അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇന്നൽ ഖബറ ലിയുകല്ലിമൽ അബ്ദ ഇദാ വുദിഅ ഫീ ഖബരിഹി ഒരു അടിമയെ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ആ ഖബർ സംസാരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എങ്ങനെയാണ് ആ ഖബർ സംസാരിക്കുന്നതെന്നറിയോ? അല്ലാഹുവേ, രണ്ട് രീതിയിലാണ് ഖബർ സംസാരിക്കുന്നത്. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചൊരു മനുഷ്യനുണ്ടല്ലോ, അവസാന സമയം ഈമാനോടുകൂടി മരിച്ച ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ ജനാസയുമായി ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വരുമ്പോ ആ മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ മണ്ണ് പറയുന്ന വാചകം എങ്ങനെയാ? മർഹബൻ വ അഹ്ലാ, മർഹബൻ വ അഹ്ലാ, പൊന്നുമോനെ നിനക്ക് സ്വാഗതം, എന്നിലേക്ക് നിനക്കെല്ലാ ആനന്ദവുമുണ്ട്, എന്നിൽ നീ ഒരു പുതുമണവാളനെ പോലെ കടന്നു വാ, ഒരു പുതുമണവാട്ടിയെ പോലെ കടന്നു വാ. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ഒരു മനുഷ്യന് ഖബർ നൽകുന്ന സന്തോഷമായ വർത്തമാനമാണ് മർഹബൻ വ അഹ്ലാ അഹബ്ബു മൻ യംശി അലാ ലഹ്രി. നീ എന്റെ മുതുകിലൂടെ നടന്നപ്പോൾ, നീ എന്റെ പുറത്തുകൂടി നടന്നപ്പോ പൊന്നുമോനെ നീ വിനയമുള്ള മനുഷ്യനായിരുന്നു, നിനക്ക് അഹങ്കാരമില്ലായിരുന്നു, നിനക്ക് സമ്പത്തുണ്ടെന്നുള്ള അഹങ്കാരം വന്നില്ല, നീ സാധുക്കളെ പോലെ നടന്നവനാ, നീ വിനയം കാണിച്ച് നടന്നവനാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവളാ, നിന്റെ ഭർത്താവിന് നിന്റെ ശരീരത്തെ നീ കാത്തു സൂക്ഷിച്ചവളാണ്. അല്ലാഹുവേ, അങ്ങനെ ആ ഖബർ അത്രത്തോളം മഹത്വം കൊടുത്തുകൊണ്ട്, പവിത്രത കൊടുത്തുകൊണ്ട് ആ മയ്യത്തിനെ സ്വീകരിക്കുകയാണ്. മർഹബൻ വ അഹ്ലാ. എന്നാൽ മരിച്ചു പോകുന്നതൊരു മോശപ്പെട്ട മനുഷ്യനാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചു പോകുന്നതൊരു മോശപ്പെട്ട മനുഷ്യനാണെങ്കിൽ ആ ഖബർ പറയുകയാണ് ലാ മർഹബൻ വലാ അഹ്ലാ, നിനക്ക് യാതൊരുവിധ സന്തോഷവുമില്ല, നിനക്ക് യാതൊരുവിധ ആനന്ദവുമില്ല എന്ന് ആ ഖബർ പറയുകയാണ്. ആ ഖബർ പറഞ്ഞു വെക്കുകയാ, നീ എന്റെ പുറത്തുകൂടി നടന്നപ്പോ പൊന്നുമോനെ എത്രയോ പ്രാവശ്യം നിന്നോട് നിസ്കരിക്കാൻ പറഞ്ഞു, പൊന്നുമോനെ നിന്നോട് എത്രയോ പ്രാവശ്യം ഒന്ന് നന്നാകാൻ പറഞ്ഞു, നീ അഹങ്കരിച്ച് നടന്നവനല്ലേ, ഞാനാണ് ഏറ്റവും വലിയവനെന്ന് വിചാരിച്ചവനല്ലേ, തീർന്നു പോയടാ നിന്റെ അവസരങ്ങള്, നഷ്ടമായി പൊന്നുപോലെ ദുനിയാവിന്റെ ജീവിതം, നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, നിന്നെ കാത്തിരുന്നതാണ് ഞാൻ എന്ന് ഖബർ പറയുകയാണ്. അല്ലാഹുവേ, എന്നിട്ട് ആ ഖബർ പറഞ്ഞു വെക്കുകയാണ് വഅന ബൈത്തുൽ ഖുർബാ. ഖബർ പറഞ്ഞു വെക്കുന്ന അടുത്ത ഒരു വാചകമാണ് വഅന ബൈത്തുൽ ഖുർബാ വഅന ബൈത്തുൽ വഹദാ വഅന ബൈത്തുത് തുറാബ് വഅന ബൈത്തുദ് ദൂദ്. പൊന്നുമോനെ, ഞാൻ ഏകാന്തതയുടെ ഭവനമാണ്. ദുനിയാവിലെ ജീവിച്ചപ്പോൾ നിന്നോടൊപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. നിനക്കൊരു വിഷമം വന്നാ ആ വിഷമത്തിന് പരിഹാരമായി നിന്റെ ഉപ്പയുണ്ടായിരുന്നുവല്ലോ, നിനക്കൊരു രോഗം വന്നാ നിന്റെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നുവല്ലോ. അല്ലാഹുവേ, സ്നേഹം തരാനും വാത്സല്യം തരാനും നിന്റെ ഭാര്യ നിന്നോടൊപ്പം ഉണ്ടായിരുന്നുവല്ലോ. എന്നാ ആ ഖബർ പറഞ്ഞു വെക്കുകയാണ് വഅന ബൈത്തുൽ വഹദാ, ഞാൻ ഏകാന്തതയുടെ ഭവനമാണ്, ഒറ്റപ്പെടലിന്റെ ഭവനമാണ്. നിന്നോട് സംസാരിക്കാൻ ഇനി ഇവിടെ ഒരാളില്ല, നിന്നോട് കളിതമാശ പറയാൻ ഒരാളില്ല. പൊന്നുപോലെ ചിന്തിക്കണ. എന്നിട്ട് അല്ലാഹുവേ, ആ ഖബർ പറഞ്ഞു വെക്കുകയാണ് വഅന ബൈത്തുത് തുറാബ്, ഞാൻ മണ്ണിന്റെ ഭവനമാ, ഞാൻ മണ്ണിന്റെ ഭവനമാ. നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചത്? നിനക്ക് AC ഇല്ലാതെ കിടന്നുറങ്ങാൻ കഴിയില്ലല്ലോ, നിനക്ക് ഫാൻ ഇല്ലാതെ കിടന്നുറങ്ങാൻ കഴിയില്ലല്ലോ.
അല്ലാഹുവേ ഡബിൾ കോട്ട് മെത്തയില്ലാതെ നിനക്ക് കിടന്നുറങ്ങാൻ കഴിയില്ലല്ലോ. നീ ഇന്ന് കിടന്നുറങ്ങുന്നത് മണ്ണിന്റെ ഭവനത്തിലാണ്, നിന്റെ തല വെച്ചിരിക്കുന്നത് മണ്ണിലാണ്. ആ ഖബർ ഓർമ്മപ്പെടുത്തുകയാ. ആര് മരിച്ചാലും, നാട്ടിലെ പ്രമാണി മരിച്ചാലും, നാട്ടിലെ കാദിയാര് മരിച്ചാലും, എത്ര സമ്പത്ത് കൊണ്ടവൻ ഇങ്ങനെ ആർഭാടത്തിൽ ജീവിച്ചാലും അവസാനം അവനെയും കൊണ്ടുവെക്കുന്നത് മണ്ണിലാ. അവസാനം അവനെയും കൊണ്ടുവെക്കുന്നത് മണ്ണിലാ. ആ മണ്ണിന്റെ ഭവനത്തിലാണെന്ന് ആ മണ്ണ് ഓർമ്മപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഅന ബൈത്തുൽ തുറാബ് വഅന ബൈത്തുൽ വഹദ എന്ന് ആ മണ്ണ് പറയും. വീണ്ടും പറഞ്ഞു വെക്കുന്നു, വഅന ബൈത്തുദ് ദൂദ്, ഞാൻ പുഴുക്കളുടെ ലോകമാണ്. അല്ലാഹുവേ പടച്ചവനെ, നമ്മൾ മയ്യത്തായി പോയാൽ നമ്മളെ ഖബറടക്കിയിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞ് ആ ഖബർ ഒന്ന് തുറന്നാൽ നമ്മുടെ സൗന്ദര്യം വരുത്തിയ കണ്ണിന്റെ രൂപം എങ്ങനെയാണ്? നമ്മുടെ കവിള് നമ്മൾ ഭാര്യയോട് ചോദിക്കാറില്ലേ, നോക്കേ എനിക്ക് കവിള് വന്നിട്ടുണ്ടോ നോക്കേ, ഇത്തിരി ഗ്ലാമറൊക്കെ ഉണ്ടല്ലേ എന്ന് നമ്മൾ ഭാര്യയോട് പറയാറില്ലേ? ആ കവിളും നമ്മൾ നോക്കി നടന്ന സൗന്ദര്യം കൊണ്ടുവന്ന നമ്മുടെ ശരീരമൊക്കെ നാളെ പുഴുക്കൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന പിന്നെ എന്തിനാ നമ്മൾ അഹങ്കരിക്കുന്നത്? ഒരു രോഗം വന്നാൽ മതിയല്ലോ, ഒരു പ്രയാസം വന്നാൽ മതിയല്ലോ, നമ്മൾ ആകെ ഇല്ലാതായി പോകൂലേ? ഒരു അസുഖം വന്നാൽ തീർന്നു. എത്ര അഹങ്കരിച്ചാലും ഒരു അസുഖം വന്നാൽ, രോഗം വന്നാൽ തീർന്നു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഖബർ. ആ മണ്ണ് സംസാരിച്ചു. അതുകൊണ്ടല്ലേ ഈ ഖബറിന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പോലും കരഞ്ഞുപോയത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പോലും കരഞ്ഞുപോയത് ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വരുമ്പോൾ ഉസ്മാൻ തങ്ങൾ കരയും. എന്തിന്? ആ ഖബറിന്റെ അവസ്ഥയെക്കുറിച്ച്, ആ ഖബറിന്റെ ഉള്ളിലെ ഏകാന്തതയെക്കുറിച്ച് ഉസ്മാൻ തങ്ങൾ ചിന്തിച്ചിട്ട് കരയുകയാണ്. നല്ല താടിയുള്ള വ്യക്തിയായിരുന്നു ഉസ്മാൻ തങ്ങൾ. ആ ഉസ്മാൻ തങ്ങളുടെ താടി രോമം നനഞ്ഞുകൊണ്ട് അല്ലാഹുവേ കണ്ണുനീരിങ്ങനെ ഭൂമിയിലേക്ക് പതിക്കുമായിരുന്നു. ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു, ഉസ്മാൻ തങ്ങളെ, നിങ്ങൾ ഖബർ കാണുമ്പോൾ കരയുന്നത് എന്തിനാ? നരകത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് കാണാറില്ലല്ലോ. അതുപോലെ തന്നെ മഹ്ശറയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് കാണാറില്ലല്ലോ. ഖബർ കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ഉസ്മാൻ തങ്ങളോട് അവിടുത്തെ സഹാബത്ത് സന്തത സഹചാരികൾ ചോദിച്ചു.